നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു വീഡിയോ അയച്ചു തന്ന് അത് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനിടയിൽ വന്നൊരു കമൻറ്റാണ്, അത് നന്നായിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് മടിയെന്ന്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾ ചെയ്തു എന്ന് നമ്മൾ പറയാനുള്ള കാരണം, ആദ്യം ആ ഒരു വീഡിയോ നമുക്ക് അയച്ചു തന്നപ്പോൾ അതിലൊരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് ഇത് കുറച്ചുകൂടെ മാറ്റം വരുത്തി ഒന്നുകൂടെ ചെയ്യുകയാണെങ്കിൽ നന്നാവും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ആളത് മാറ്റം വരുത്തി ഒന്നുകൂടെ വ്യത്യസ്തമാക്കിയിട്ട് ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആളുടെ ആ ഒരു പഴയ രീതിയിൽ വരച്ചിരുന്നതും ഇപ്പോൾ ആൾ വരയ്ക്കുന്നതും തമ്മിൽ മര്യാദ വ്യത്യാസം വന്നു. 1-2 വർഷം കൊണ്ട് ആൾ ഒരുപാട് നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അയാൾ ഒരു കഴിവുള്ള വ്യക്തിയാണ്, അത് നമുക്കറിയാം. അല്ലാതെ കഴിവില്ലാത്തവൻ്റെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ആൾക്ക് ഇനിയും നന്നാക്കാൻ കഴിയും, അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അല്ലാതെ ഈ നമ്മൾ യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും പല ഗ്രൂപ്പുകളിലൊക്കെ കാണുന്ന പല ആളുകളും പല രീതിയിലുള്ള വർക്ക് ചെയ്തിട്ട് ഇടാറുണ്ട്. നമ്മളതിനൊക്കെ നന്നായിട്ടുണ്ട് തന്നെയാണ് പറയുക ആരായാലും. അത് വള്ളികുട്ടിയതാണെന്ന് ആരോടും പറയാറില്ല. പക്ഷേ നമുക്ക് നന്നാക്കി ചെയ്യാൻ പറ്റും എന്നുറപ്പുള്ള ആളുകളോട് നമുക്കത് നന്നാക്കാൻ തന്നെ പറയാം. അങ്ങനെ പറയണം, എന്നാൽ മാത്രമേ അവർ ഒരുപാട് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. അപ്പോൾ വെറുതെ ഇരുന്ന് വള്ളികുട്ടിയ കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് ഒരു കാര്യവുമില്ല.